ഞങ്ങള് മുംബൈ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് ഫ്ലൈറ്റ് വന്ന കഥ അറിയില്ലേ? ഞാൻ എക്കണോമിക് ക്ലാസ്സിലും ഹോം ബിസിനസ് ക്ലാസ്സിലും കേൾക്കണ്ട കഥ. അതായത് ഇവിടുന്ന് മുംബൈക്ക് പോകുമ്പോൾ തന്നെ നമ്മള് ഞാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഞാൻ ബിസിനസ് ക്ലാസ്സാണ് ബുക്ക് ചെയ്തുള്ളൂ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ പ്രാഞ്ചേട്ടൻ പോലെയാണ് അവർ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ ബിസിനസ് ക്ലാസ് ബുക്ക് ചെയ്തുള്ളത് വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു. സാധാരണ ആൾക്കാരല്ലേ ബിസിനസ് ക്ലാസ്സിന് ക്രെഡിറ്റ് കാർഡ് വെച്ചാൽ ഓഫർ ഉണ്ട്. എന്നിട്ട് ഇന്നക്കാട്ടിലും പൈസ എക്കണോമിക് അങ്ങനൊന്നല്ല, നന്ദൊന്നല്ല ബുക്ക് ചെയ്തത്. പറഞ്ഞുതരാ, ഇത് ഷാന് ബുക്ക് ചെയ്ത് കൊടുത്താണ്. ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞ് അന്ന് രാത്രി 5 ആൾക്കാർ വരുന്നുണ്ട്. ഞാന് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അപ്പം ഞങ്ങളൊക്കെ എക്കണോമിക് ക്ലാസ്സിലു ടിക്കറ്റ്, ഇപ്പം മാത്രം ബിസിനസ് ക്ലാസ്. അപ്പോൾ ഇങ്ങനെ എയർപോർട്ടിന് ഫ്ലൈറ്റിൽ കയറുമ്പോൾ നടക്കേണ്ടതുണ്ട്. അതായത് ഇങ്ങനെ അങ്ങനെ ബിസിനസ് ഞാൻ തന്നെ എടുത്തേ. അപ്പൊ ഇവലൊക്കെ വരിയിൽ കേട്ടോ, എല്ലാരും ഉണ്ട് വരിയിൽ. മുംബൈന്നാണേ അത് അലക്കണ്ട് നിൽക്കുന്നത്. ഇങ്ങനെ കാട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഷിഫാസ് അതുകൊണ്ട് കേട്ടോ, അത് മുക്കിക്കണം എന്തെങ്കിലും ചെയ്ത് മുന്നിക്ക് ആക്കിക്കോട്ടോ. അപ്പൊ എനിക്ക് വരില്ല. അപ്പൊ അവിടെ മാത്രം ലാഭം കിട്ടിയ കഴിഞ്ഞിട്ടാണ് ട്വിസ്റ്റ് ഉണ്ട്. ഹലോ അപ്പൊ വർക്ക് ചെയ്യില്ലേ? 8 കോടി കിട്ടണ്ടല്ലോ, എങ്ങനെയെങ്കിലൊക്കെ ചെലവാക്കട്ടെ. ഇത് കേക്ക്. എന്നിട്ട് വലിയ കാര്യത്തിലേ അപ്പൊ ഞങ്ങള് ഡയറക്ടർ, പ്രൊഡ്യൂസർ ഞങ്ങളൊക്കെ എക്കണോമിക് ക്ലാസ്സില്, ഞാൻ മാത്രം ബിസിനസ് ക്ലാസ്. അപ്പൊ ഫ്ലൈറ്റിൽ കയറി ഞാൻ ഉള്ളിൽ കയറിയപ്പോ ഒന്നും കാണണല്ലോ. ബിസിനസ് ക്ലാസ് കേട്ടിട്ടുള്ളേ, കണ്ടിട്ടില്ലേ? ബിസിനസ് ക്ലാസ് ഞാന് സാധാരണ ഏറ്റവും ഫ്രണ്ടിലാന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ എയർ ഇന്ത്യയിൽ കയറി ലെഫ്റ്റ് സൈഡ് ഡോർ തുറന്നേക്കണ പൈലറ്റ് റൂമാ, വേറെ ഒന്നുമില്ല. അപ്പൊ ഇനി ബാക്കിലും ഇല്ല. എന്നിട്ട് ഞാൻ ഇനിയിപ്പോ സസ്പെൻസ് വെച്ചിട്ട് ഞാൻ ഒന്നും കാണാണ്ട് കണ്ണടച്ച് പോയിരുന്നു. അപ്പൊ ഞാൻ വിളിച്ച് ഞാൻ ഇരുന്നിട്ടോ പറഞ്ഞിട്ട്, അപ്പൊ ഫ്രണ്ടിൽ 2ാമത്തെ വരി. അപ്പൊ ഞാൻ അങ്ങനെ പോയി ആ സീറ്റ് ഒന്ന് കാണാലോ എന്താന്ന്. ഞാൻ നോക്കി നോക്കുമ്പോ കുഞ്ഞിക്കൂനിലെ ദിലീപിന്റെ കാല് പോലെ ഇങ്ങനെ ഇട്. കാല് കുത്താൻ പറ്റില്ല, സ്പേസും ഇല്ല, ഒന്നുമില്ല. അപ്പുറത്ത് ഒരു ഹിന്ദിക്കാരനും ഇംഗ്ലീഷുകാരനും ഉണ്ട്. പടത്തില് ജഗതി കളർ ഡ്രസ് ഇട്ട് നിൽക്കൂലേ, അതുപോലെ പണിയറിയോ? ശരിക്കും ഷാനുന്റെ പണിയാ. ഷാനു പറഞ്ഞ് ക്രെഡിറ്റ് കാർഡ് വെച്ചാല് ബിസിനസ് ക്ലാസ് കിട്ടും, എക്കണോമിന്റെ പൈസ നമ്മൾ എടുത്തു പറഞ്ഞു. എന്നിട്ട് ഷാനു ഫുള്ള് മുമ്പ് കയറ്റി ബിസിനസ് ക്ലാസ് ആണ് ജയിലിൽ പോയിക്കോ. അപ്പൊ ഞാൻ ജീവിതത്തിൽ ഇതൊരു ബിസിനസ് ക്ലാസ് കയറിയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തേ, ഒരു ബിസിനസ് ക്ലാസ് കയറാലോ. എന്നിട്ട് ബിസിനസ് ക്ലാസ് അപ്പം ഷിഫാസിന്റെ അവസ്ഥ തന്നെ എനിക്കും. ഞാൻ ബിസിനസ് ക്ലാസ് ഒപ്പം ഉണ്ട്, ബിസിനസ് ക്ലാസ് ആണല്ലോ, പിന്നെയുള്ള പൈലറ്റിന്റെ അപ്പുറത്തുള്ള സീറ്റ്, അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ എത്ര ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും പൈലറ്റിന്റെ അപ്പുറത്ത് ഇരുന്ന് പോകാൻ പറ്റില്ല. അപ്പൊ ആ സീറ്റ് അല്ലാതെ പിന്നെ ഒക്കെ ഒരു നോർമൽ സീറ്റ്. അപ്പൊ ഞാൻ എങ്ങനെ ഇരുന്നത്, അവസാനം എക്കണോമിക് സീറ്റിനെക്കാട്ടിലും മോശം ഇവനെ എക്സിറ്റ് കിട്ടി. ഞാന് എക്കണോമിക് സീറ്റില് എന്റെ അപ്പുറത്ത് ആളില്ല. അപ്പൊ ഞാൻ ലാവിഷൊക്കെ ഇടുന്നിട്ടൊക്കെ പോവാ. ഞാൻ കിടക്കണം, ഞാൻ നിക്കാം. എന്നിട്ട് എയർപോർട്ടിന്റെ റേഞ്ചിലല്ലേ ഫ്ലൈറ്റിന്റെ മുകളിൽ എത്തി ഉടനെ ഞാൻ ഷാനുവിനോട് ചോദിച്ചു, ഷാനു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എവിടെ നിന്ന് ബുക്ക് ചെയ്തത്? മീഷോ എന്നാണ് ചോദിച്ചത്. എയർ ഇന്ത്യയുടെ സൈറ്റിൽ നിന്നാണോ മീഷോ എന്നാണ് ബുക്ക് ചെയ്തത്? സാധനം കയ്യിൽ നിന്ന് പോയിക്കണെന്ന് പറഞ്ഞു. അതിന്റെ ശേഷം ഇപ്പൊ ഡയറക്റ്റ് ഏജൻസി വഴി ബുക്ക് ചെയ്യുന്നു. ഇല്ല, ഷാനുവിനൊന്നുമില്ല. അന്ന് വണ്ടർലേ പോയപ്പോ വരിന്റെ ബാക്കിൽ നിന്ന് എനിക്ക് ടിക്കറ്റ് കിട്ടാൻ കാരണമായതാരാ? പെട്ടെന്ന് വരിക്കാതെ ടിക്കറ്റ് അത് മറ്റേത് ബോർഡിംഗ് പാസ് ആണ് ഉദ്ദേശിച്ചത്. വിദ്യാഭ്യാസമല്ലല്ലോ ഉദ്ദേശിച്ചത്. ബോർഡിംഗ് പാസിന് അതിനത് ഗുണം ചെയ്തിട്ടാ. ബിസിനസ് ക്ലാസ് എടുത്തോൽക്കൊക്കെ നേരെ ചെല്ല. ഷിഫാസ് ഒക്കെ അവിടെ സാധാരണക്കാരിലെ ബാക്കിൽ, ഷിഫാസ് ഒക്കെ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇത്ര ഉസാറല്ലേ ഇനി. അപ്പം രാത്രി 3:30 ഞാൻ പറഞ്ഞേ മേരാ ഫ്രണ്ട്സോ തോടാ മേരാ ഫ്രണ്ട്സേ മുന്നിൽ കുളിക്കാൻ പറ്റുമോ? അതെ, എന്റെ അപ്പുറത്തും ആളില്ല ഇപ്പുറത്തും ആളില്ല. ഞാൻ കിടന്നിട്ടൊക്കെ പോയി. ഇവിടെ ഒരാൾ ഇതന്നെ ശരിക്ക് കുഞ്ഞിക്കുനല്ല ദിലീപിന്റെ കാല് പോലെ ഇങ്ങനെ കാല് മുട്ടാതെ ചെരിച്ചു വെച്ചിട്ട്. എയർ ഇന്ത്യ ഇന്ത്യക്കൊന്നല്ല, എയർ ഇന്ത്യ ആണ്. എയർ ഇന്ത്യന്റെ ഫ്ലൈറ്റുകൾ ഇവിടേക്കൊക്കെ പോകണില്ലേ, അമേരിക്കൊക്കെ പോകണില്ലേ? അതിലുണ്ടാവും ഇത് കാണേണ്ട ബിസിനസ് ക്ലാസ്. അപ്പൊ അത് ബിസിനസ് ക്ലാസ് കൊടുത്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനും ഷാനും പഠിച്ചോണ്ടിരിക്കുകയാണ്. ചെറിയ പൈസക്ക് ബിസിനസ് കിട്ടിയോ പക്ഷെ അതിന് ഓപ്ഷൻ കൊടുത്തിക്കണം. അതുവരെ എന്തേലും അറിയോ,
ഞാൻ പ്രൊഡ്യൂസറോട് പറയാൻ പോവാ ഈ വലിയ പൈസക്ക് ബിസിനസ് ക്ലാസ് ഒക്കെ എടുത്ത് വരാം എന്നിട്ട് നമ്മൾ ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറും ഓലൊക്കെ ബാക്കിൽ ജിജ് മുന്നിൽ ഓല് ബാക്കിലൊക്കെ ആദ്യം പ്രശ്നമാക്കുന്നൊക്കെ പറഞ്ഞത് പിന്നെ ജിബാസ് മൂന്നില്ല പോലെ അല്ലെങ്കിൽ ഡയറക്ടറോട് പറയുന്നു വേണ്ട. എനിക്ക് വിഷമം തോന്നി ഒരു സിനിമക്ക് വേണ്ടി ഇങ്ങനെ കളി മാറും. കളിക്കണ കളിയല്ലേ കുളിക്കണ വെള്ളം ചൂടുള്ള വെള്ളം ബാജി പാസേ മതി ഫ്ലൈറ്റ് നിർത്തിയാലോ ഇറങ്ങിട്ട് അനു പുറത്തേക്ക് നടക്കുമ്പോൾ കാലും ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരാം റോക്ക് ബോട്ടൊക്കെ വരുന്ന പോലെ അങ്ങനെ ഫിക്സ് ആയി പോയി. എടുത്ത അപ്പുറത്ത് പോലെ രണ്ടാൾക്കാരോടോ അപ്പൊ ബാക്ക് നോക്കുമ്പോ ആരുമില്ല. ഷിഫാസൊക്കെ ഇരുന്ന സീറ്റിൽ ഫുൾ ജനൽ ലൈറ്റ് ബിൽ കടന്നു പോരാ.